ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ന് 4/4 പോർട്ടലാണ്. അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും യൂണിവേഴ്സൽ എനർജിയുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ ചാൻസുമുള്ള ഒരു ഡേ തന്നെയാണ് ഇന്ന് ഈ ഒരു ടൈം 4/4 പോർട്ടൽ ടൈം എന്ന് പറയുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരിക്കലും ആക്ഷൻ എടുക്കരുത്. നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ ഞാൻ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ലേഡി പോഷ്യ ഡിവൈൻ ഓർഡറിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. അതായത് നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. ബ്യൂട്ടിഫുൾ കാർഡ് തന്നെയാണ് 2 കാർഡും. രണ്ടാമത്തെ ഫ്രേയ കാർഡാണ്. ഫേസസ് ആൻഡ് സൈക്കിൾ എന്ന് വരുന്ന ഒരു കാർഡാണ്. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു എൻഡിങ്ങിന്, ഒരു കാര്യം അവിടെ അവസാനിക്കുമ്പോൾ അവിടെ പുതിയൊരു കാര്യം തുടങ്ങുകയാണ്. അതായത് നിങ്ങളുടെ ഇല്യൂഷൻ, നിങ്ങൾ വെറും സ്വപ്നമാണോ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു സന്ദേശമാണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ള കാണിക്കുന്ന ഒരു കാർഡാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കാർഡാണ് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്ത് തോന്നുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കാർഡായിട്ടുള്ള ലേഡി പോഷ്യ എടുത്തവർക്കുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കും കേട്ടോ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. ജസ്റ്റിസ്, ദി മജീഷ്യൻ, കുത്തുമി കാർഡ്. ഇനി നമുക്ക് ഫെയറി മെസ്സേജസ് കൂടി എടുക്കാം. ഓക്കെ, സെലിബ്രേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രൊട്ടക്റ്റ് യുവർ ഡ്രീം. ഓക്കെ, നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് നാളായിട്ട് വെയിറ്റിംഗ് ആണ് എന്നുള്ളവർക്കാണെങ്കിൽ, ഇല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് തന്നെ നിങ്ങൾ ഒരുപാട് കാലങ്ങളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് പെയിനൊക്കെ തന്നിട്ടുണ്ടാവാം. അതായത് ഒരു അനക്കമില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു സ്റ്റക്നെസ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതിനുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ അല്ലെങ്കിൽ പ്രയേഴ്സ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു മാനിഫെസ്റ്റേഷനായിട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സലിനെ വിശ്വസിച്ചും നിങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈം. അതെന്ന് വെച്ചാൽ ഒരുപാട് പേര് നിങ്ങളുടെ ഗ്രോത്തിന്, പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. അതായത് സിറ്റുവേഷൻ, ഇപ്പോൾ കഴിഞ്ഞൊരു സിറ്റുവേഷൻ അവിടെ എൻഡപ്പ് ആക്കിയിട്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? നിങ്ങൾ ഒരാളെയും വേദനിപ്പിച്ചില്ല, ഹേർട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ വളരെയധികം പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സലിന് നിങ്ങൾക്ക് നടത്തി തരാതിരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു ജോബാകാം, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സെലിബ്രേഷനുള്ള ഒരു അവസരങ്ങളൊക്കെ ഈ ഒരു ടൈം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്കൊരു സ്വപ്ന ദർശനം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഐഡിയ, പലർക്കും അത് കിട്ടിയിട്ടുണ്ടാകും. ചിലവർക്ക് ഏഞ്ചൽ നമ്പർ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ പോർട്ടലാണ്. അതുപോലെ തന്നെ ചിലവർക്ക് നമ്പർ സീക്വൻസ്, ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് ചിലപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾ നല്ല രീതിയിൽ ഈ വീക്കൊക്കെ 444 ഒക്കെ കാണുന്നുണ്ടാകും. 44 അല്ലെങ്കിൽ 444, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടാകും. അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള, ബാക്കിയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് പവർഫുൾ അല്ല എന്നല്ല, ബട്ട് 444 കുറച്ചും കൂടി നല്ല രീതിയിൽ ഏഞ്ചലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നമ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ പ്രൊട്ടക്റ്റ് യുവർ ഡ്രീം എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ മുറുകെ പിടിച്ചോളൂ. അതായത് അതിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരാം, പക്ഷേ നിങ്ങൾക്കിത് അർഹിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ മുറുകെ പിടിച്ചോളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് യൂണിവേഴ്സൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ യൂണിവേഴ്സലിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം തരേണ്ടതും ആര് തന്നെയാണ്? യൂണിവേഴ്സിലാണ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഭയങ്ങൾ ഈ ഒരു ടൈം ഉണ്ടാകുന്നുണ്ടാകും. അല്ലെങ്കിൽ ഞാൻ ലോൺലിനെസ്സൊക്കെ നിങ്ങൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടാകാം. ഒരാൾക്കും എന്നെ മനസ്സിലാവില്ല, ഒരാൾക്കും ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പോലും ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ വളരെ ക്ഷമയോടെ ശാന്തനായിട്ട് തന്നെ
ചിലപ്പോൾ നിങ്ങൾ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും നിങ്ങൾ ജസ്റ്റിസ് കിട്ടും. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു. നിങ്ങളെ വിശ്വസിക്കുന്ന ഡിവൈൻ എനർജി എന്ത് തന്നെയാണെങ്കിലും അവരെയൊക്കെ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ നമുക്കൊരു കാർഡ് കിട്ടിയത് കുത്തുമ്മി കാർഡാണ്. അതായത് ഒരു അറിവിൻ്റെ കാർഡാണ്. ഇവിടെ പറയുന്നത് മേ ബി ഒരുപാട് പേര് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വേറെ പുറത്ത് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള ചാൻസൊക്കെ വളരെയധികം കൂടുതലാണ്. അറിവ് തേടി പോവുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യു ഓൾറെഡി നോ ദ ആൻസർ യു സീക്ക്, ട്രസ്റ്റ് വാട്ട് യു നോ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇവിടെ ഇൻറ്റൻഷൻ, ഫോക്കസ്ഡ് ഇൻറ്റൻഷനിലാണെങ്കിലും കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ വളരെ പവർഫുള്ളാണ്. നിങ്ങളിപ്പോൾ എന്ത് തന്നെ സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും നിങ്ങൾക്കതിൻ്റെ ഉത്തരം അറിയാം. ഇതെങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള തോട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നുള്ള രീതിയിലാണ് കുത്തുമ്മി കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇത് നടക്കില്ല, ഇനിയിപ്പോൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന വേണ്ട, എന്തായാലും കിട്ടാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നിടയ്ക്ക് ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത് ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവർക്കാണ്, പുതിയ ഒരു അവസരങ്ങൾ തേടി പോകുന്നവർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജോബിൽ തന്നെ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി വേറൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പുതിയ ജോബിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈം നല്ലൊരു ടൈമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് അങ്ങനെ ഓരോ അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അവസരങ്ങൾ ഒരിക്കലും നിങ്ങളെ തേടി വരില്ല, നിങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകണമെന്നല്ലേ. അവിടെ ഒരുപാട് പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ജോബൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കൂ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു ടൈം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് ബോട്ടം ഡെക്ക് കിട്ടിയത് ദ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. മേ ബി ഇവിടെ ഒരുപാട് പേര് പാസ്റ്റിൽ സ്റ്റക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം എന്തോ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇല്ല മുന്നോട്ടും ഇല്ല പിറകോട്ടും ഇല്ല നടുക്കിലൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അതായത് എന്തോ ഒരു കാര്യം നിങ്ങളെ വളരെയധികം ഒരു ദൗത്യം ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് പുറകിലൊക്കെ വലിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവരെ അങ്ങനെ ഫീൽ ചെയ്യുന്നവരോടാണ്, നിങ്ങളെ തടയാൻ ഒരുപാട് പേര് ഉണ്ടാകും. പക്ഷെ ഒരുപാട് അത് മേ ബി എല്ലാവരും ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ അവരോട് പറയാനുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരോട് പറയാനുള്ളതാണ്, നിങ്ങളെന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ, നിങ്ങളുടെ കൂടെയുള്ള ഡിവൈൻ എനർജിയെ വിശ്വസിക്കുക, ഡിവൈൻ പവറിനെ വിശ്വസിക്കുക. പിന്നെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് വേണ്ടി പരിശ്രമിക്കുക. അതിനിപ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി പരിശ്രമിക്കാവുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. അതിനെന്ത് വേണം, ഒരാളുടെയും വാക്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ വിശ്വസിക്കുക. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാളെ അല്ലെങ്കിൽ അവരുടെ വാക്കിലേക്ക് കൂടുതൽ ഫോക്കസ്, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവർ എന്താണ്, അല്ലെങ്കിൽ അവരെ നമ്മളെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള തോട്ടൊക്കെ ഉണ്ടാവും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അങ്ങനെ ഒരു കാര്യം ആരെയും നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചോളൂ. നിങ്ങൾ വളരെ പവർഫുള്ളാണ്. നിങ്ങൾ വളരെ നിങ്ങൾ നിങ്ങളാൽ പൂർണ്ണനാണ്. നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ളവർ വാക്ക് കേൾക്കുന്നത് എന്നുള്ള രീതിയിലാണ്. കുറേ ആൾക്കാർ അങ്ങനെ കേൾക്കുന്നില്ല എന്നറിയാം, എന്നാൽ കുറച്ച് പേര് ഇപ്പോഴും ഇല്ല, ബാക്കിയുള്ളവരുടെ വാക്കിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ. അല്ലെങ്കിൽ അത് നിങ്ങളുടെ പുതിയൊരു അവസരത്തെയാണ് ഗൈസ് ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് ഒരുപാട് നല്ല അവസരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ തുറന്നു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് കാണിച്ചാൽ അതും ഇല്ല ഇതും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നടുക്ക് സ്റ്റക്നെസ് ചെയ്ത് നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. സോ മുന്നോട്ട് പോകും. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ട്. ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ നിന്നും മാറി നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടാവും എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ഒരു 0 എന്നുള്ളൊരു കാറ്റഗറൈസിലാക്കിയിട്ട് യൂണിവേഴ്സൽ ഒരിക്കലും നിങ്ങളെ പരീക്ഷിക്കില്ല. അപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടെ തന്നെ കാത്തു നിന്നോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചോളൂ, നന്നായി തന്നെ പരിശ്രമിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല അവസരങ്ങൾ ഇനിയും യൂണിവേഴ്സൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഉള്ള ടാരറ്റ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 9 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്.
ദി എംപറർ കാർഡ്. ഓക്കെ, ദ പേജ് ഓഫ് സോഡ്സ് ആൻഡ് ദി ഏസ് ഓഫ് കപ്സ്. വീണ്ടും നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നു. അപ്പോൾ എന്ത് വേണം, നിങ്ങളിപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു, എന്താണെന്ന് അറിയില്ല. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് കൂടുതലായിട്ടും ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ് റീഡിംഗ് ഒക്കെ പോകുന്നത്. കാരണം ഒരുപാട് സ്റ്റക്നെസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷമയോടെ നിൽക്കുന്നുണ്ട്. ബട്ട് ഒരിക്കലും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്തോളൂ. കാരണം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പാരൻസും അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ കൂടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ആര് തള്ളിപ്പറഞ്ഞാലും നിങ്ങളെ മനസ്സിലാക്കുന്നവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മനസ്സിലാക്കാത്തവർ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കുക, അതൊക്കെ തന്നെ മതിയാവും ടിയേഴ്സ്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഹേർട്ട് ബ്രേക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. മീൻസ് അപ്പോൾ അതാണ് എനിക്കിവിടെ കുറച്ചൊക്കെ ഫീൽ ചെയ്യുന്നത്. ഹേർട്ട് ബ്രേക്കിൽ ബ്ലോക്കായി മീൻസ് ഞാനിങ്ങനെ ഒരു വിക്ടിം മോഡാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരോടാണ്, നിങ്ങൾ ഒരു വിക്ടിമും അല്ല. ഈ ഒരു ടൈമിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പഠിച്ച കാര്യങ്ങൾ മാത്രം ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സലും പറയുക. അതായത് സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന് യൂണിവേഴ്സൽ നിങ്ങളുടെ റൈറ്റ് ട്രാക്കിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സലും പറയുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ. ഇനി നമുക്ക് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്ത ഫ്രേയ കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കിട്ടിയത് ദ ഹെർമിറ്റ് കാർഡാണ്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഒറാക്കിൾ മെസ്സേജസ്. സിമിലർ കാർഡ്. ബോട്ടം മുതലേക്ക് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കാർഡാണ് കിട്ടിയത്. ഇപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യത്തിൽ സ്റ്റക്കഡാണ്. മീൻസ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് കാര്യത്തിലാണ് സ്റ്റക്കഡ് ആയിട്ടുള്ളത്. ഒരു സെക്ഷൻ ആൾക്കാരെന്ന് പറയുന്നത് വെയിറ്റിംഗ് ആണ്, പക്ഷെ അതെങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നിങ്ങളെ ഗൈഡ് ചെയ്ത് യൂണിവേഴ്സൽ പവർ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ ഓഫ് ആൾക്കാർ നിങ്ങളുടെ റീസെൻറ്റ് പാസ്റ്റ്, ഇപ്പം അടുത്തായിട്ട് നിങ്ങളുടെ മൈൻഡിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ഓർക്കുന്നു. അതിൽ സ്റ്റക്കായിട്ടുള്ള ഒരു പേഴ്സണാണ്. ഇവിടെ എനിക്ക് സിറ്റുവേഷനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ലവ് റിലേറ്റഡ് റീഡിങ്ങിലേക്കാണെന്ന് തോന്നിയിട്ട് പോകുന്നത്. കാരണം ഞാൻ സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്, പക്ഷെ എനിക്ക് കൂടുതലായിട്ടും ആ ഒരു രീതിയിലാണ് വൈബ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇവിടെ ഒരു മാറ്റം ആവശ്യമുണ്ട്. ആ മാറ്റം ഒരു കാര്യം മാറണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ മാറണമെങ്കിൽ ആ ഓരോരോ വ്യക്തി ആ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അത് തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്ത കാർഡും പറയുന്നത്, ഫേസ് ആൻഡ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം അവിടെ എൻഡായി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ. ബാക്കിയുള്ളവർ മുന്നോട്ട് തന്നെ പോകണം എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ മാറ്റത്തിലാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈം നിങ്ങൾ കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പേഴ്സൻ്റെ കംബാക്കാണ്, ആ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ തിരിച്ചു വരവാണ്, കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് വരണം എന്നുള്ളതാണ്. ബാക്കിയുള്ള ആൾക്കാർ ഇത് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റക്നെസ് ഉണ്ട്. അത് മേ ബി നിങ്ങൾ ആ ഒരു പേഴ്സൺ അത്രയും കെയർ ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ
അങ്ങനെ ഒരു എനർജി നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുത്ത സ്നേഹത്തിന് ഒരു വില അല്ലെങ്കിൽ അതിന് തിരിച്ച് ഒന്നും തന്നിട്ടില്ല എന്നൊക്കെ ഒരു ഫീലിംഗ്, എൻ്റെ ടൈം കളഞ്ഞു എന്നല്ലാതെ ആ ഒരു പേഴ്സൺ വേറെ പേഴ്സണെ നോക്കി അല്ലെങ്കിൽ സിറ്റുവേഷനെ ബേസ് ചെയ്ത് പോയി എന്നുള്ള തോട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ബ്ലോക്ക് തന്നെ ആയതുകൊണ്ട് കുറച്ച് പേർക്ക്, കുറച്ചധികം പേർക്ക് ബ്ലോക്ക്ഡ് ഒരു സിറ്റുവേഷനാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു രീതി. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ടൈം ആസ്ക് ഫോർ ഹെൽപ്പ് എന്നുള്ളൊരു കാർഡാണ് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ഏഞ്ചൽ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ബ്ലോക്കായിട്ട് തോന്നുകയാണ് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഹെൽപ്പ് ചോദിക്കാം. അതുതന്നെയാണ് ഇവിടെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമാണ് കൂടുതലായിട്ടും ഒരുപാട് പേർക്കുള്ളത്. അതായത് ഫെയറീസ് നിങ്ങളോട് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കൂടെ തന്നെ ഉണ്ടാവും. അത് ബട്ടർഫ്ലൈ ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരോ നമ്പേഴ്സായിട്ടും അതുപോലെ തന്നെ ഫെതേഴ്സായിട്ടും അങ്ങനെ ഓരോരോ രീതിയിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ കുറച്ച് പേരുടെ നിങ്ങളുടെ റീസൺ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കർമ്മ ബേസ് ചെയ്താകാം കുറച്ച് പേർക്ക് ഈ ഒരു ബ്ലോക്കേജ് സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. സത്യം കറണ്ട് വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കർമ്മ റിലീസായിട്ട് നിങ്ങൾക്ക് പുതിയൊരു അല്ലെങ്കിൽ വേ തുറന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതായത് ഒരുപാട് പേര് അല്ലെങ്കിൽ ഈ പാസ്റ്റിലുള്ള പേഴ്സൺ തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു ഡ്രാമയുമായിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം യു ആർ ദ ബെസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വേണം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വേണം എന്നുള്ളത് ആ ഒരു പേഴ്സണിൻ്റെ വാക്കിലല്ലാതെ അതൊരു ആക്ഷനുമായിട്ട് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു പേഴ്സണിൽ അല്ല ഇത് ജെന്യൂൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുമല്ലോ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൻ്റെ ബിഹേവിയർ വഴി മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ഹെൽപ്പ് ചോദിക്കാവുന്നതുമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത്, അതിനുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബ്ലോക്കേജ് മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾ ഒരു കാര്യത്തിലല്ല, മീൻസ് അവിടെ ഒരു ചെറിയൊരു ബാലൻസ് കുറവ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവരുടെയും അല്ല, കുറച്ച് പേരുടേത്. അതാണ് കുറച്ച് പേരുടെ 10 ഓഫ് സോഡ്സും അതുപോലെ തന്നെ ദ 4 ഓഫ് സോഡ്സൊക്കെ വന്നത്. അത്രയും ഒരു ബ്ലോക്കേജ് തന്നെയാണ്. മീൻസ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, മീൻസ് ഒരു വിക്ടിം മോഡ്, ഇതൊക്കെയാണ് കാണിക്കുന്നത് കൂടുതലായിട്ടും. പിന്നെ പറയാനുണ്ടെങ്കിൽ ഹോണർ യുവർ ഫീലിംഗ്, ആർക്കേഞ്ചൽ ഹേനിയൽ എന്ന് പറഞ്ഞൊരു കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്, ക്ലെയിം ചെയ്യാം. താങ്ക് യു ഹേനിയൽ ഫോർ സപ്പോർട്ടിങ് മീ ആസ് ഐ ഹോണർ മൈ ഇമോഷൻ. എൻ്റെ ഇമോഷനിലെ കൺട്രോൾ ചെയ്യാൻ എന്നെ സഹായിച്ചതിൽ ഹേനിയൽ, ആർക്കേഞ്ചൽ ഹേനിയലിനോട് ഞാൻ നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് പോസിറ്റീവായിട്ടുള്ള സൈഡിലേക്ക് അട്രാക്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നോക്ക്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണല്ലേ ഹേനിയൽ കാർഡും. അത് തന്നെയാണ് പറയുന്നത്. അത് ഇമോഷണലിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ആ ഒരു ബ്ലോക്കേജിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മൂന്നാമത് നമുക്ക് കിട്ടിയത് ഷിമ്മർ വിത്ത് ഡയമണ്ട് ലൈറ്റ്, എക്സ്പ്രസ് യുവർ ക്രിയേറ്റിവിറ്റി. നിങ്ങൾ ഒരുപാട് കഴിവുള്ളവരാണ്, എന്തുകൊണ്ടോ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് അതിനൊരു ബ്ലോക്ക് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കഴിവിനെ പൊടി തട്ടിയെടുക്കാനാണ് പറയുന്നത്. കാരണം പലർക്കും അതുകൊണ്ടാകാം അല്ലെങ്കിൽ ഒരു പുതിയൊരു അവസരം അതിലൂടെ ആകാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ലക്കി ഈസ് ഓൺ യുവർ സൈഡ്. നിങ്ങൾ എന്ത് വേണം, സിറ്റുവേഷനിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും കേട്ടോ. ഇവിടെയും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് സറണ്ടർ ടു ഡിവൈൻ. എന്തെങ്കിലും ഫീലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേജോ അങ്ങനെ ഒരുപാട് ഏഞ്ചൽസ്, നിങ്ങൾ എന്തുകൊണ്ട് ഏഞ്ചൽസിനെ വിളിക്കാൻ ഒരുപാട് എല്ലാവരും അല്ല പറയുന്നത്, കുറച്ച് പേര് ഇതെൻ്റെ സിറ്റുവേഷനാണ് കേഴ്സ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. കാരണം നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ സൂപ്പറാണ് എന്നുള്ളത് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് യു ആൻഡ് യുവർ ലവ്ഡ് വൺ ആർ സേഫ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്നവരും സേഫാണ് എന്ന് കാണിച്ചിട്ട്. അതായത് ഇത് സാജിറ്റേറിയസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ എനർജി, സ്കോർപ്പിയോൺ എനർജി, കാപ്രിക്കോൺ എനർജി, ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നല്ല, എല്ലാം ഉണ്ട്, ബട്ട് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു.
പിന്നെ ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് ഏഞ്ചൽസ് തരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ഒരുപാട് പേര് അത് കാണുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുക കേട്ടോ, കാരണം നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാൻ ഹെൽപ്പായിട്ട് ഏഞ്ചൽസ് ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ ഹെൽപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഹാനിയലിൻ്റെ കാർഡ് തന്നെ വന്നു. ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്കേജ് കുറേ പേർക്കുള്ളത് കൊണ്ടാണ് ഹാനിയൽ കാർഡ് തന്നെ ഡയറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. താങ്ക് യു ഹാനിയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലെയിം ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്താണോ ബ്ലോക്കേജ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളാൽ തന്നെ പൂർണ്ണനാണ്. ആൾ പൂർണ്ണനാണ് എന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനും ബ്ലോക്ക് ആക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ തടയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങളാണ് മറ്റുള്ളവർ തിരയുന്ന ഇരുട്ടിൽ നിന്നും തെളിയുന്ന വെളിച്ചം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളാദ്യം മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരുപാട് പേര് ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് സാഡായിട്ട് നിൽക്കുന്നതൊക്കെ തോന്നിയേക്കാം. പക്ഷെ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങളാണ് മിസ് ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളാൽ തന്നെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഫാമിലിയോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്താണോ അത് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.